ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ബിസ്ക്കറ്റാണ്. ഓവൻ ഇല്ലാതെയാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദമാവ് എടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട പൊടിച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതും പൊടിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 കളറും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-10 ചുവന്ന ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, ഒരു 8-10 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഈർപ്പം ഒന്ന് മാറുന്നത് വരെ വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അര ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണമെന്നില്ല. ഈ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ മാവിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ ആ മണം മാറുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതുകൂടി പൊടിച്ചിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിലൊക്കെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി മാവിലേക്ക് ബട്ടറിൻ്റെയും മുട്ടയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തിയെടുക്കാം.
ഇതുപോലൊരു അടപ്പ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, റൗണ്ട് ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് കിട്ടും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയും ബിസ്ക്കറ്റ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇത് അതിന് പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റും തയ്യാറാക്കിയെടുക്കാം. എഗ്ഗ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബിസ്ക്കറ്റിന് പുറത്തേക്ക് തേച്ച് കൊടുക്കാം. ബിസ്ക്കറ്റിനൊരു ഗ്ലേസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ മുഴുവൻ ബിസ്ക്കറ്റിലും എഗ്ഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓവൻ സെറ്റപ്പാണിത്. ഓവനിലല്ല നമ്മളിത് ബേക്ക് ചെയ്യുന്നത്, ഇതുപോലൊരു പാത്രത്തിലാണ്. ഇതിപ്പോൾ നന്നായി ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു പാത്രത്തിന് മുകളിലേക്ക് അടുത്ത പാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മൂടി അടച്ചു കൊടുക്കാം. 1 മണിക്കൂറാവും ബിസ്ക്കറ്റ് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്, ഇതൊന്ന് തുറന്ന് നോക്കാം. മുകളിലുള്ള ബിസ്ക്കറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി താഴെയുള്ള ബിസ്ക്കറ്റ് കൂടി ഒന്ന് നോക്കാം. താഴെയുള്ള ബിസ്ക്കറ്റ് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനി എടുത്ത് മാറ്റാം. മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പാത്രം ഒരു 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇടയ്ക്ക് ബിസ്ക്കറ്റ് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഓവനിലല്ലല്ലോ ബേക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കാം. ഇപ്പം മുഴുവൻ ബിസ്ക്കറ്റും ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് നന്നായി വീർത്ത് വരും. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ ഒരിക്കലും പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്താൽ കിട്ടില്ല. അത്രയ്ക്കൊന്ന് വീർത്ത് വന്ന് ഒരു കാണാൻ പെർഫെക്ഷൻ ഇല്ല എന്നതേ ഉള്ളൂ. ടേസ്റ്റ് വൈസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബിസ്ക്കറ്റ് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.